ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കപ്പോൾ നെയിം സ്ലിപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് പിൻട്രസ്റ്റ് എന്നൊരു ആപ്പാണ്. അതിൽ നിന്ന് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിൽ വൈഡ് റേഞ്ച് ഓഫ് ബാക്ക്ഗ്രൗണ്ട് നമുക്കതിൽ അവൈലബിൾ ആണ്. അതിൽ നിന്ന് ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാനിപ്പോൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായി നമ്മൾ ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്യാണ്. അതിൽ നമുക്ക് A3 ഡോക്യുമെൻ്റ് ആണ് ആവശ്യം. A3 ഡോക്യുമെൻറ്റിലാണ് നമ്മൾ 30 നെയിം സ്ലിപ്പ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് സെർച്ച് ബാറിൽ പോയിട്ട് A3 ഡോക്യുമെൻ്റ് എന്ന് സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ചിലവർക്ക് ഇതിൽ ബ്ലാങ്ക് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് അവൈലബിൾ ആണ്. ഇതിൽ ബ്ലാങ്ക് ഇല്ല. അപ്പോൾ നമ്മൾ അൺബ്ലാങ്ക്ഡ് ആയിട്ടുള്ളത് എടുക്കുകയാണ്. എന്നിട്ട് അത് നമ്മൾ 2 വിരലുകൊണ്ടും കൂടെ ഡ്രാഗ് ചെയ്ത് അത് ഡിലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ബ്ലാങ്ക് ആയത് കിട്ടി. ഇനി നമുക്ക് എലമെൻറ്റ്സിൽ പോയിട്ട് ഫ്രെയിം എന്ന് സെർച്ച് ചെയ്യാം. ഫ്രെയിമെന്നോ റെക്ടാങ്കുലർ ഫ്രെയിമെന്നോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഫ്രെയിമുകൾ നമുക്ക് അതിൽ നിന്ന് കിട്ടും. ഇപ്പോൾ നമുക്ക് ഫ്രെയിമെന്ന് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ അതിൽ എനിക്ക് ആവശ്യമുള്ള ഒരു ഫ്രെയിം നമുക്ക് കിട്ടി. ഇതിൽ റെക്ടാങ്കുലർ ഷേപ്പ് ആയിട്ടുള്ള ഒരു ഫ്രെയിമാണ് എനിക്ക് ആവശ്യം. അത് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ ഫ്രെയിമിലേക്ക് ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ബാക്ക്ഗ്രൗണ്ട് ഞാൻ ക്രോപ്പ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് സെറ്റ് റീഅറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് ഒരു ചെറിയൊരു ഫ്രെയിമാണ്. അത് നമുക്കൊരു പിക്ചർ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു റെക്ടാങ്കുലർ ഫ്രെയിം തന്നെയാണ് എടുത്തിട്ടുള്ളത്. അടുത്തായിട്ട് ഞാനൊരു പിക്ക് അതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ക്രോപ്പ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ടെക്സ്റ്റുകൾ ഇൻസേർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ അടിയിൽ കാണാം. അതിൽ നമുക്ക് നെയിം, സ്റ്റാൻഡേർഡ്, അതേപോലെ ഡിവിഷൻ, അതേപോലെ സബ്ജക്റ്റ്, അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റുകൾ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിതിൽ നെയിം, സബ്ജക്റ്റ് കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അടുത്തായിട്ട് ഞാനത് സബ്ജക്റ്റ് അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സ്കൂൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിൽ നമുക്ക് എന്തൊക്കെ ടെക്സ്റ്റ് ആവശ്യമുണ്ടോ അതൊക്കെ നമുക്ക് ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നെയിം നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെയും ചെയ്ത് കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ ഞാനിതിൽ നെയിമൊന്നും ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് നെയിം, സബ്ജക്റ്റ്, സ്റ്റാൻഡേർഡ്, ഡിവിഷൻ, സ്കൂൾ അതൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് നമുക്ക് ആ സൈഡിൽ വെച്ച് കൊടുക്കാം. കറക്റ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ കറക്റ്റ് ആക്കുക, ഫോണ്ട് ശരിയാക്കുക. അതേപോലെ തന്നെ ലൈൻ സ്പേസ്, ലെറ്റർ സ്പേസ് ഒക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലത്തെ ഫോണ്ട് നമുക്ക് ബോൾഡ് ആക്കാം. അതേപോലെ ഉള്ളത് കുറേ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇതിൽ എനിക്കൊരു ഇഷ്ടമുള്ള ഒരു ഫോണ്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്യണം. അത് അറേഞ്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇതൊരു ഗ്രൂപ്പല്ല, ഇതൊന്ന് നമുക്ക് ഗ്രൂപ്പാക്കി എടുക്കണം. എന്നാലാണ് ഡ്രാഗ് ചെയ്യുമ്പോൾ ഇതെല്ലാ എലമെൻറ്റും അതിൽ ഇൻക്ലൂഡ് ആവുള്ളൂ. ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലോണം അമർത്തി പിടിക്കുക. അപ്പോൾ താഴെ സെലക്ട് മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അതിൽ നമുക്ക് എല്ലാ എലമെൻറ്റും ക്ലിക്ക് ചെയ്തിട്ട് അതിനെ ഒന്ന് ഗ്രൂപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഗ്രൂപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഒരു ഷീറ്റിൽ 30 നെയിം സ്ലിപ്പ് സെറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിൽ 6 എണ്ണം നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അത് നമ്മൾ കറക്റ്റ് വലുപ്പം അനുസരിച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കണം. ഈ ഒരു പ്രൊസീജിയർ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ വലുപ്പം നമ്മൾ അറേഞ്ച് ചെയ്യുക. എന്നിട്ട് ഒരു സെറ്റിൽ 6 എണ്ണം വരുന്ന രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും ഇതൊന്ന് ഗ്രൂപ്പ് ചെയ്ത് വീണ്ടും ഇതേപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് താഴേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിതിൽ 5 റോ സെറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നെയിം സ്ലിപ്പിൻ്റെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഇത് സേവ് ചെയ്യണം. അതിന് ടോപ്പിൽ കാണുന്ന മുകളിലേക്കുള്ള ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓപ്ഷനിൽ നമ്മൾ PNG ബെസ്റ്റ് ഫോർ പ്രിൻ്റ് എന്നുള്ള അത് സെലക്ട് ചെയ്തിട്ട് നമുക്കിത് ഡൗൺലോഡ് ചെയ്യാം. ഇനി സേവ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.